2011-16 കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ സമയത്ത് 39.8% വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടുണ്ട്. 2012 24% വർദ്ധിപ്പിച്ചു. 2013 9.1% വർദ്ധിപ്പിച്ചു. 2014 6.7% വർദ്ധിപ്പിച്ചു. ഈ വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്തുണ്ടായി? ദിവസേന പവർ കട്ട്, ലോഡ് ഷെഡിങ്, വ്യവസായങ്ങൾ നിർത്തിവെക്കണം, വ്യാപാര സാധനങ്ങളിൽ ജനറേറ്റർ, സർവത്ര ഇരുട്ട്, ഇതൊക്കെയാണ് ഉണ്ടായത്. ഇനി LDF സർക്കാർ 9 വർഷം കൊണ്ട് വെറും 26.9% മാത്രമാണ് വർദ്ധിപ്പിച്ചത്. 2017 4.7% വർധനവ്, 2019 7.3% വർധനവ്, 2022 7.3% വർധനവ്, 2023 3.2% വർധനവ്. ഇപ്പോഴത്തെ ശുപാർശയാണെങ്കിൽ 4.45%. ചുരുക്കത്തിൽ വൈദ്യുതി വില വർധനവ് ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 39.43% കൂട്ടിയപ്പോൾ പിണറായി വിജയൻ സർക്കാർ 9 വർഷം കൊണ്ട് 26.95% മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പവർ കട്ടില്ല. 70% വൈദ്യുതിയും പുറത്തു നിന്ന് നമ്മൾ വാങ്ങണം. അടിക്കടി കേന്ദ്ര സർക്കാർ ഈ വൈദ്യുതിയുടെ വില അങ്ങ് കൂട്ടും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയല്ല, അദാനി ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി കൂടിയ വിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾ വാങ്ങിക്കണം. അടിക്കടി കേന്ദ്ര പൂളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ വില തോന്നണ പോലെ അങ്ങ് കൂട്ടും. ഇതുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് ഇപ്പോൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.